രഞ്ജിനിയെ ഇംപ്രസ് ചെയ്യാൻ പുത്തൻ ശീലങ്ങളിൽ വഴുതിയാണെങ്കിലും ഞാൻ നടന്നു. ഞങ്ങളുടെ കല്യാണം നടന്നു. എന്തിനാ രാവിലെ എന്നെ നോക്കി ഇങ്ങനെ ഗോഷ്ടി കാണിക്കുന്നേ? ചേട്ടാ കാലത്തെ ഒരു പൂതി. നോക്ക് രഞ്ജിനി, ഇത് തമാശയല്ല, ഇത് വ്യായാമ മുറയാണ്. എഴുന്നേറ്റ ഉടൻ പല്ല് തേക്കുന്നതിന് മുൻപ്. ഇനി പല്ല് തേക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചുമ്മാ എനിക്ക് വേറെ ജോലിയുണ്ട്. ചായപ്പൊടി എന്തേ? അയ്യോ ഇതെന്ത് പറ്റി? ഒന്നും പറ്റാതിരിക്കാൻ രഞ്ജിനി, ഇത് വിഴുപ്പാണ്. വിഴുപ്പിടേണ്ടത് ആ ബാസ്ക്കറ്റിലാണ്. ഇങ്ങനെ ഇടണോ? അങ്ങനെ ഇടാം. ശരി ഇട്ടോളാം. ചായപ്പൊടി എന്തേ? ഞാൻ ചായ കുടിക്കില്ല. പിന്നെ കാപ്പിയാണോ? പാൽ. എന്താട്ടാ? നീയും പാല് കുടിക്കണം. ലഹരികൾ വർജിക്കണം. നമ്മുടെ ശരീരത്തിന് ഇതൊന്നും ആവശ്യമില്ല. എന്റെ ശരീരത്തിന് ഇതൊക്കെ ആവശ്യമാണ്. എനിക്ക് എന്നും രാവിലെ ചായ കുടിക്കണം. കാലത്ത് എന്താ കഴിക്കാൻ വേണ്ടേ? ഒരു മുട്ട വാട്ടിയത്, ഒരു കഷ്ണം വെള്ളരിക്ക, ഒരു ഗ്ലാസ് പാൽ, ഒരു ബൗൾ കോൺഫ്ലേക്സ്. എന്നും ഇങ്ങനൊക്കെ മതിയോ? പോരാ. ഒരു ദിവസം ക്യാരറ്റ്, ഒരു ദിവസം ബീട്രൂട്ട്, ഒരു ദിവസം പപ്പായ, അങ്ങനെ മാറി മാറി. അപ്പൊ ഞാനെന്താ കഴിക്കും? നീയും ഇതെല്ലാം കഴിച്ച് ശീലിക്കണം. ഈ ക്യാരറ്റും ക്യാബേജും ഒക്കെയോ? ഞാനെന്താ മുയലാണോ? എനിക്ക് ഇഡ്ഡലിയും ദോശയും പുട്ടും ഒക്കെ വേണം. അതെല്ലാം കുഴപ്പമാണ്. എന്ത് കുഴപ്പമായാലും ഇവിടെ ഉണ്ടാക്കാൻ സമ്മതിച്ചില്ലേ ഞാൻ കടയിൽ പോയി കഴിക്കും. കടയിൽ പോയി കഴിക്കൊന്നും വേണ്ട. രഞ്ജിനിക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഇന്ന് മുതൽ രഞ്ജിനിയും എന്റെ കൂടെ യോഗാസനം ചെയ്യണം. ഞാൻ പഠിപ്പിക്കാം. വേണ്ട, തന്നെ താൻ ചെയ്തോണ്ടാ മതി. യോഗാസനം പോലും എന്റെ ഒരു യോഗമായത്. ഒരു കഷ്ണം വെള്ളരിക്ക, പിന്നെന്താ കോൺഫ്ലെക്സ് ഒരു ബൗൾ, ഒരു ഗ്ലാസ് പാല്, മുട്ട. ഒരു കാര്യം പറയാൻ മറന്നു. ഇത് സ്റ്റോപ്പ് വാച്ചാണ്. കൃത്യം 43 സെക്കൻഡേ മുട്ട വേവിക്കാവൂ. ഇനിയിപ്പോ 44 സെക്കൻഡ് ആയിപ്പോയല്ലോ ഏട്ടാ. മുട്ടയുടെ ഗുണം കുറയും. ഇന്ന കോഴിയുടെ തന്നെ മുട്ട വേണമെന്നുണ്ടോ ഏട്ടാ? നാടൻ കോഴിയുടെ മുട്ടയാണ് നല്ലത്. പക്ഷേ നമുക്കത് ഇവിടെ കിട്ടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചയൊക്കെ ആവാം. ഈ മുടി ഇങ്ങനെ അഴിച്ചിട്ട് അടുക്കളയിൽ കയറിയാൽ നമ്മുടെ ആഹാരത്തിൽ പറന്ന് വീഴാൻ ഇടയുണ്ട്. വയറ്റിൽ ചെന്നാൽ ഞാൻ കെട്ടിക്കൊള്ളാം.